ഹായ് മലയാളി സീറ്റ്സ് വിഹാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്നൊരു മനോഹരമായൊരു സ്ഥലത്താണ്. മനോഹരം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു മനോഹരമായൊരു സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വന്നിട്ട് ഒന്ന് കണ്ടു പോകേണ്ട ഒരു സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ദുബായിലുള്ള ഈ അടുത്തുള്ള ഇത് ഏത് ലൊക്കേഷനാണ് വരുന്നത്? ദുബായ് ജവലലി എക്സ്പോൻ്റെ ബാക്ക് സൈഡായിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ആരോടെ ചോദിച്ചെന്ന് ചോദിച്ചിട്ടില്ലല്ലേ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മളെന്തായാലും ഒറ്റ വീഡിയോ ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ പോകാറില്ല. എൻ്റെ കൂടെ തീർച്ചയായിട്ടും ഇന്ന് ഉള്ള ആളുകൾ നമുക്ക് പരിചയപ്പെടുത്താം. മിസ്റ്റർ രാഹുൽ രജിഷേട്ടൻ നമ്മളെ വീഡിയോ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട്. യെസ്, അപ്പോൾ നമ്മളവിടെ റിവർലാൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ണൻ ഒന്നും പറയാനില്ല. അണ്ണൻ തിരിച്ച് സതീഷ് ഫ്രം തിരുച്ചിയല്ലോ, വേളാങ്കണ്ണി. യെസ്, വേളാങ്കണ്ണി മാതാവിൻ്റെ തൊട്ടടുത്താണ് നമ്മളാണ്. അപ്പോൾ വേളാങ്കണ്ണി മാതാവിനെ കാണാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സതീഷ് ചേട്ടൻ നമുക്ക് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതിൻ്റെ തൊട്ടടുത്താണ് മൂപ്പറ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 1, 2, 3, 4 പേരാണ് ഇന്നത്തെ ഇവിടെ ഈ ഒരു പാർക്കിൽ എത്തിയിട്ടുള്ളത്. ഇത് പാർക്കിങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നിങ്ങൾ കാണുന്നത് പാർക്കിംഗ് വ്യൂ ആണ്. ഇവിടെ എന്തൊക്കെയാ പരിപാടികളെന്നുള്ള വഴിയെ കാണാം. എങ്ങനെ പോയിട്ട് കാണാം. ടിക്കറ്റ് കിട്ടിയാ? കാണിച്ചു കൊടുക്കും ടിക്കറ്റ്. 1, 2, 3, 4 ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് അപ്പോൾ നമ്മൾ റിവർലാൻഡിലേക്കുള്ള പോക്കാണ്. പിന്നെ ടിക്കറ്റിൻ്റെ ബെനിഫിറ്റ് എന്തോന്ന് പറഞ്ഞത് 60 റെഡീമബിൾ ടിക്കറ്റാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് അവിടെ അകത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ടിക്കറ്റ് കളയാൻ പാടില്ല. 15 റംസ് കൊടുത്തിട്ട് 3-4 ടിക്കറ്റ് 60 റംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യെസ്, അതായത് പൈസ മുതലാവും. യെസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 15 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത്. നല്ല മനോഹരമായ ഒരു കവാടം തന്നെ ഇവിടെ ഉണ്ട്. റിവർലാൻഡിൻ്റെ അയ്യോ എന്താ പൊളി സംഭവം എന്നറിയോ? നല്ല അടിപൊളി ഒരു കവാടാട്ടത്. ഇതൊരു സംഭവം എന്ന് വെച്ചാൽ ഫ്രഞ്ച്, അമേരിക്കൻ, ഇന്ത്യൻ ഒരു ആർക്കിടെക്ചർ മിക്സറായിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇതിൻ്റെ അതിലുള്ളത്. അതിനിടയ്ക്കേണ്ട ഒരാൾ സെൽഫി എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫിക്ക് എന്തായാലും പോസ്റ്റ് കൊടുക്കുക. അത് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. റിവർലാൻഡ് ദുബായ്. മലയാളീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു മോഡൽ, അതായത് പല രാജ്യങ്ങളെ സമ്മിശ്രമാക്കിയിട്ട് ഉള്ള ഒരു സെറ്റപ്പിലാണ്. അതായത് ജസ്റ്റ് ഒരു US-ലൊക്കെ വന്നൊരു മൂഡ് വരുന്നില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു US-ൽ സ്ട്രീറ്റ് യൂറോപ്പിൻ്റെ അങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള സെറ്റപ്പിലാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു പാർക്കാണ്, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് മാത്രമല്ലേ. അതിൻ്റെ ഉള്ളിൽ കുറേ ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ. അതാണ് ഈ റോബോട്ടിക് പോപ്കോൺ. ഒരു റോബോട്ട് മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെടുക്കുന്നില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്, നമുക്ക് വേണ്ട സംഗതികൾ ഇതിൻ്റെ അകത്ത് ഇതാ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുക. സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ റോബോട്ട് കിടക്കുന്നുണ്ട്, ഇവിടെ സാധനം കിടക്കുന്നുണ്ട്. അതെന്താക്കും, പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കൂടെ തരുന്നൊരു സെറ്റപ്പാണിത്. ഡാൻസ് കളിക്കുന്നുണ്ട്.
അപ്പം മലയാളീസ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായിലെ മനോഹരമായ ഒരു റിസോർട്ടാണ്. ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത്. നല്ല മനോഹരമായ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട, ദുബായിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നില്ല, മനോഹരമായ ഒരു വ്യൂ, അതുപോലെ തന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ദുബായ് റിസോർട്ട് പാർക്ക് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്നത്. ഈ ഏരിയയെ 3-4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സെക്ഷനും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ലീഗോലാൻഡ്, അതുപോലെ തന്നെ മോഷൻ ഗേറ്റ്, അതുപോലെ തന്നെ ബോളിവുഡ് പാർക്ക്, വാട്ടർ തീം പാർക്ക്, റിവർലാൻഡ്, അങ്ങനെ 3-4 ഭാഗങ്ങളായിട്ട് ഈ ഒരു മൊത്തം ഏരിയ തിരിച്ചിട്ടുണ്ട്. 25 ദശലക്ഷം ചതുരശ്ര അടിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആണിത്. ഇതിൻ്റെ അത് 100-ലധികം റൈഡുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എൻട്രി ഫീസ് വരുന്നത് എൻട്രി ഫീസ് അല്ല, അത് ജസ്റ്റ് പറഞ്ഞാൽ ഒരു ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഇത് ഫ്രീ ആയിരുന്നു, ഉള്ളിലേക്ക് കയറാൻ നമ്മൾ പൈസ കൊടുക്കേണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ അവർ ചെറിയൊരു എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്, ചെറിയൊരു ടിക്കറ്റ് ഈടാക്കുന്നുണ്ട്. 15 ദിർഹംസാണ് അതിന് വരുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ആ 15 ദിർഹത്തിന് അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നമുക്ക് അതിനനുസരിച്ചുള്ള പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഭക്ഷണം കഴിക്കാവുന്നതാണ്. ആ 15 ദിർഹം നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചിലവഴിക്കാൻ പറ്റും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നമുക്ക് 15 രൂപ അവർ ഡിഡക്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം അതാണ് അതിൻ്റെ ടിക്കറ്റിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും പഴമയുടെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. യൂറോപ്പ് ഫ്രഞ്ച് സെറ്റപ്പിലെ പഴയ കാലത്തെ രീതിയിൽ ആർക്കിടെക്ചർ ചെയ്തെടുത്ത ബിൽഡിങ്ങുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവിടെയുള്ള ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട് എന്നുള്ള രീതിയിൽ അത്രയും മനോഹരമായിട്ടാണ് അവരിത് ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് ഒരു വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ യൂറോപ്പിലൊക്കെ എത്തിയ ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട്, ഈ സേവ് ദ ഡേറ്റും കാര്യങ്ങൾക്കൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ ചൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം നല്ലൊരു ഏരിയ തന്നെയാണിത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ട് പ്ലേസ് തന്നെയാണ് ഈ ദുബായിലെ റിവർലാൻഡ് എന്ന് പറയുന്നത്. ഇത്രയും മനോഹരമായിട്ടാണ് അവിടെയുള്ള ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ആർട്ടിഫിഷ്യൽ നദി കൂടി, ഒരു പുഴ പോലെ, ഒരു തടാകം പോലെ ഒരു ഇത് കൂടി അതിൻ്റെ ഉള്ളിൽ അവർ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ റിവർലാൻഡ് എന്ന ഈ ഒരു ഏരിയയാണ് റിവർലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മോഷൻ ഗേറ്റ്, ബോളിവുഡ് ഗേറ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഏരിയാസ് അവിടെയുണ്ട്. 3 വാട്ടർ തീം പാർക്കുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കൂടുതലായിട്ടും ഫോറിനേഴ്സാണ് ഈ ഒരു ഏരിയയിൽ വന്ന് പോകാമെന്ന് നമ്മളന്ന് കണ്ടിട്ടുള്ളത്. കാരണം ഫോറിനേഴ്സിന് അവരുടെ നാട്ടിലെത്തിയ ഒരു ഫീല് കിട്ടുന്ന ഒരു രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് അതിനുള്ളത്. എന്തായാലും ആരും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ദുബായ് റിവർലാൻഡ് ഒന്ന് വന്ന് കണ്ടുപോകേണ്ടതാണ്. അത്രയും മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. ചെറിയ മക്കൾക്ക് ഇത് ചെറുപ്പത്തിലെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിലുറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ചെറിയ മക്കൾക്ക് JCB പഠിച്ച് JCB ഓടിച്ച് പഠിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ പൂഴിയുണ്ട്. അതുപോലെ തന്നെ JCB ഉണ്ട്, JCBൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അവിടെ നിന്ന് ലോഡ് ചെയ്തില്ലേ, അത് ചെറുപ്പത്തിൽ നമ്മൾ കളിയോടൊപ്പം വിദ്യാഭ്യാസ ജോലി എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പരിപാടിയിൽ 1, 2, 3, 4, 5, 6, 7 JCB ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു കാര്യമുണ്ട്, കുട്ടികൾക്ക് മാത്രമേ ഇവിടെ JCB പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. വലിയ ആൾക്കാർക്ക് ഇവിടെ JCB പഠിപ്പിക്കുന്നില്ല, കാരണം ചെറിയ കൈയാണ്. പക്ഷേ JCB തന്നെയാണ് അല്ലേ. സെറ്റപ്പ് തന്നെ ഇവിടെ പരിപാടി, സെറ്റപ്പ് തന്നെ. ഇങ്ങനത്തെ പരിപാടി നമ്മുടെ നാട്ടിൽ പോകാം.
മലയാളീസ് വളരെ ചെറിയൊരാൾക്ക് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചെയർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് അധികം വലിയ ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ചെറിയ കുഞ്ഞു മനുഷ്യന് ഇരിക്കാൻ പറ്റിയ ചെറിയ ചെയറാണ് കാണുന്നത്. ഈ ചെയറിൻ്റെ മുകളിൽ കയറണമെങ്കിൽ വളരെ ചെറിയ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ട് ഒരു ചെറിയ ചെയർ ഇവിടെ മരത്തിൻ്റെ ചെയറാണല്ലോ അല്ലേ, മരം കൊണ്ട് ഉണ്ടാക്കിയ ചെയറാണ്. നെട്ടും ബോട്ടൊക്കെ ഇട്ട് കുടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഒരു കോണി വേണമല്ലേ. വിനോദത്തിന് കൊള്ളാം അല്ലേ. സെൽഫി